ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ്. അത് ഞാൻ ചെയ്യുന്നത് ഒരു ഈസി ഫൗണ്ടനാണ്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ സെയിം വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാം. അതിന് ആദ്യമേ തന്നെ ഒരു ടെക്സ്റ്റ് ബേസ് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത പ്രൊസീജിയറുകൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഗ്ലാസ് ബോട്ടിൽ ഒരു കാർഡ്ബോർഡ് പീസിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് സ്റ്റോൺസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പേപ്പർ നന്നായി ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കൂടെ അലുമിനിയം ഫോയിലും കൂടി ചുറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള ചെറിയ കുഞ്ഞു കല്ലുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. കടലാസൊക്കെ നന്നായിട്ട് ചുരുട്ടി അലുമിനിയം ഫോയിലിൽ നന്നായി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കാർഡ്ബോർഡ് പീസിലും അതുപോലെ തന്നെ ബോട്ടിലുകളുടെ സൈഡിലായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കണം. കല്ലുകളൊക്കെ നന്നായി ഒട്ടിച്ചതിന് ശേഷം മാത്രം നമുക്കൊരു ടെക്സ്ചർ ബേസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് സിമെൻറ്റും ഗ്ലൂവും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഞാനൊരു മിക്സ് തയ്യാറാക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് സിമെൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസോ വാൾപുട്ടിയോ യൂസ് ചെയ്യാം. ഈ ബേസ് ബോട്ടിലും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കല്ലുകളിലും കാർഡ്ബോർഡ് പീസിലും നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ടെക്സ്ചർ ബേസ് ഉണങ്ങാനായിട്ട് ഞാൻ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കല്ലുകളില്ലേ, അതിൽ കുറച്ച് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കല്ലുകളിലും അതുപോലെ തന്നെ കാർഡ്ബോർഡ് പീസും ബോട്ടിലിൻ്റെ ബാക്ക് സൈഡുകളിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബ്ലാക്ക് കളർ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്കൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്സ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യുന്നത് ഈസി ബോട്ടിൽ ഫൗണ്ടനാണ്. അതുകൊണ്ട് തന്നെ വാട്ടർഫോൾ വരുന്ന ഭാഗത്താണ് നമ്മൾ ബ്ലൂ കളർ അപ്ലൈ ചെയ്യുന്നത്. ഈ ബ്ലൂ ഷെയ്ഡ് ഒന്നോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കോട്ടോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പെയിൻറ്റ് ചെയ്ത ബ്ലൂ കളറും ഇപ്പോൾ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. പെയിൻറ്റ്സ് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണിൽ സ്ട്രെയിറ്റ് ലൈൻസ് ഏതെങ്കിലും ഒരു സർഫേസിൽ വരച്ചു കൊടുത്തതിന് ശേഷം മാത്രം അത് ഉണങ്ങിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ട് ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഫൗണ്ടൻ്റെ സൈഡിൽ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ലാസ്റ്റായിട്ട് ഞാൻ ചെറിയൊരു ഫിനിഷിങ്ങിന് കൂടി ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്ലൂ കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈസി ആയിട്ടുള്ള ഫൗണ്ടൻ റെഡി ആയിട്ടുണ്ട്. ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫൗണ്ടൻ ഉണ്ടാക്കിയെന്ന് ആരും പെട്ടെന്ന് കണ്ടാൽ പറയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.